സാറേ ഓക്കെ സെറ്റാക്കി പൊടിയൻ 5000 രൂപയ്ക്ക് സെറ്റാക്കിയിട്ടുണ്ട്. 500 രൂപ അവന് കമ്മീഷൻ. 10 മിനിറ്റ് വിളിക്കും. ഇപ്പോൾ അതൊന്നുമില്ല പ്രശ്നം. എപ്പോ ഇപ്പൊ വന്നതുള്ളൂ. അല്ലെ കനകന്റെ കൂടെ മറ്റേ എക്സൈസ് ജോലി ചെയ്യുന്ന സതീഷും ഉണ്ട്. അതെ ഇയാൾ എക്സൈസിലാളെന്തിനു വന്നു എനിക്കെങ്ങനെ അറിയാ നമ്മൾ പെട്ട്. അതെ ഇത് ബെന്നിയെ വിളിച്ചു നീ പറഞ്ഞ ബെന്നി എടുത്ത് ഇവിടെ സാധനം ഇരിക്കണെന്ന്. എന്റെ പൊന്നളിയെ ഞാൻ അങ്ങനെ പറയും. ഞാൻ അത്രയ്ക്ക് മണ്ടനാണ്. ഒരു കാര്യം ചെയ്യും എങ്ങോട്ടെങ്കിലും മാറ്റി സാധനം എടുത്ത് മാറ്റി ഇപ്പൊ വിടുന്ന കർത്താവ് നാറ്റം അടിക്കുള്ളൂ. എന്തോളിയാ ഒന്നുമില്ല. അവിടെ എന്താ പരിപാടി? ഇളകം. ആർക്ക്? നടരാജന് വയറിളക്കം. അൻസർ എന്തിനാ കൊടുക്കരുത്? ഈ ഇളകി അവൻ ഒരുപാട് ക്ഷീണിച്ചേ 4 വർഷം ഇളകി. അപ്പോൾ അൻസാർ ഒരു സഹായത്തിന് വീഴാതെ പിടിച്ചോളാൻ വേണ്ടിയിട്ടൊരു സഹായത്തിന് അൻസാറിനെയും കൂടെ ഞാൻ തന്നെ വിട്ടത്. ഇങ്ങോട്ട് പോട്ടെ ഭയങ്കര അളി അങ്ങോട്ട് പോട്ടെ. ഞാൻ അങ്ങോട്ട് പോകാം. നടരാജ ഇറക്കണ്ട. അൻസാറിനെ ഞാൻ വിളിക്കാം. എൻ്റെ വയ്യ തീരെ വയ്യെന്നാ. അൻസാറേ ഇനി വാ നടരാജൻ അവിടെ ഇരുത്തിയിട്ട് നീ വാ. ഒന്നുമില്ല എൻ്റെ അവിടെ പിടിച്ചിരുന്ന നടരാജ അല്ല നടരാജനെ സഹായിക്കാൻ ഞാനേ പിന്നെ അതായത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ നിൽക്കും. ചിലപ്പോൾ നിന്നില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകേണ്ടി വരും. വണ്ടി കൊണ്ടുപോകണോ? അല്ല ഇപ്പം നിൽക്കും. വയ്യെങ്കിൽ കൊണ്ടുപോകാം. കാരണം വേറെ ഇല്ല. സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ കാർ പിടിച്ച് കൊണ്ടുപോകാം. കുഴപ്പമില്ല. ഇല്ല അതിപ്പം മാറും. കുഴപ്പമില്ല. എന്തൊരു പരിഗണന അവന് വയ്യാത്തോണ്ടുള്ളൊരു വിഷമം. കൊണ്ടുപോകാം നോക്കാം. പോട്ടെ. ഞാൻ പിന്നെ എനിക്ക് കൊല്ലത്തൊരു ഡ്യൂട്ടി. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേ. നീ ഇല്ലി വരെ പറഞ്ഞാൽ മതി. ആ കൂടെ വന്നത് എക്സൈസിലെ സതീഷ് സാറല്ലേ? സാറിനറിയോ? അറിയാം. എസ് ഐയുടെ ബന്ധുവാണ് പുള്ളി. അപ്പോൾ ഞാൻ സ്റ്റേഷനോട്ട് പോകുമ്പോൾ പുള്ളിയുടെ കൂട്ടി വരാൻ പറഞ്ഞു. പുള്ളീനോട് വന്നപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സ് എടുത്തിട്ടങ്ങ് പോയല്ലേ. അപ്പോൾ അളയാ ലില്ലി വരെ പറഞ്ഞേക്കണേ. ലില്ലി വരെ പറഞ്ഞേക്കണേ. ലില്ലി വരെ പറയണേ. ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല അവളെ. അവിടെ നിന്ന് വിളിച്ചൊന്നുമില്ലല്ലോ പിന്നെ. ശരി. ഒരു മഴ പെയ്തു ഇടി ഉണ്ടായിരുന്നു. ആശ്വാസം. പൊടിയാ ഓക്കെ പോന്നോ നേരെ വീട്ടിലേക്ക് പോന്നോ. സാധനം ചൂട് സാധനം കൊണ്ടുപോവാ. ഫിക്സ് തരും. നിനക്ക് 500 തരും. ക്ലീറ്റോ ചേട്ടൻ്റെ വാക്കാണ്. പോന്നോ പെട്ടെന്ന് പോന്നോ. പൊടിയൻ 5000 രൂപയ്ക്ക് സാധനം കച്ചവടം. 500 രൂപ അവന് കമ്മീഷൻ. 400 നമുക്ക്. എൻ്റെ എല്ലാ കൊട്ടേഷനും ഇങ്ങനെ തന്നെ. കുറേ ടെൻഷൻ അടിപ്പിച്ചിട്ടാണെങ്കിൽ അവസാനം നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ ജയിച്ചില്ലേ. അവനെ വിളിച്ച് സാധനം എടുക്കും. അടേ വാടേ പെട്ടെന്നാവട്ടെ. ഇനി സമയം കളയില്ല. 500 രൂപ പൊടിയന്, ബാക്കി 400. 2000 പോലീസ് കടം പോയിട്ട് ബാക്കി 500 ഉമ്മാർക്കും ബാക്കി എനിക്ക്. മീശയില്ലാതെ നാളെ പകുതി മീശയായിട്ട് കനകം പോലീസിന് എനിക്കൊന്ന് കാണണം. സാധനം ഇത് ഞാൻ കക്കൂസിലേക്ക് ഒഴിച്ചു. എന്തിന്? തൊണ്ടി ഉണ്ടെങ്കിലേ കനക സാറിന് നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മണ്ട നീ അല്ല പറഞ്ഞത് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണമെന്ന്. തൊണ്ടിയില്ലാതെ ഇനി ഒരു തെണ്ടിക്കും നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയുണ്ട് നേതാവേ എന്റെ ബുദ്ധി?